കർത്താവിൽ പ്രിയരെ, ഒരു യൗവനക്കാരൻ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുക, ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? അവന് നിത്യതയിൽ പോകണം, സ്വർഗരാജ്യത്തിൽ പോകണം. കർത്താവ് അവനെ സ്നേഹിച്ചു. അവനോട് കർത്താവ് പറയുകയാണ്, ദൈവവചനത്തിൽ പറയുന്നത് പ്രമാണിക്കാൻ പറഞ്ഞു. എന്താണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്? വ്യഭിചാരം ചെയ്യാൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല, കള്ള സാക്ഷ്യം പറയാൻ പാടില്ല, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കാം എന്ന് പറഞ്ഞു. ആ യവനക്കാരൻ കർത്താവിനോട് പറയുക, കർത്താവേ, ഞാൻ ഇതൊക്കെയും എന്റെ ചെറുപ്പം മുതലേ പ്രമാണിച്ചു പോരുന്നുണ്ട്. അവൻ ന്യായപ്രമാണത്തോട് കൂറുള്ളവനാണ്. ന്യായപ്രമാണം, ദൈവവചനം എന്ത് പഠിപ്പിച്ചോ അതവൻ അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അവന് യേശു ഒത്തിരി സ്നേഹിച്ചു. അവനോട് പറയുന്നൊരു കാര്യമുണ്ട്, നിനക്കൊരു കുറവുണ്ട്. എന്താണെന്നറിയാമോ? നീ സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞു. അവൻ ആ വാക്ക് കേട്ടപ്പോൾ ബഹുസമ്പത്തുള്ളവനായതുകൊണ്ട് അവൻ ദുഃഖിച്ചു പോയെന്നാ വായിക്കുന്നത്. കണ്ട, ശിഷ്യന്മാർ ചോദിക്കുന്നു, അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിൽ എങ്ങനെ കിടക്കാൻ പറ്റും? ആര് കിടക്കും? സമ്പത്ത് തടസ്സമാണോ? ഒരിക്കലുമല്ല. ദാരിദ്ര്യം തടസ്സമാണോ? ഇതൊന്നും തടസ്സമല്ല. എന്നാൽ കർത്താവിനെ പരീക്ഷിച്ച് ചോദിച്ചതാണ്. കർത്താവ് പറയുന്നു, നീ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞു. അവരതിന് കഴിഞ്ഞില്ല. ഇതെല്ലാം കേട്ട പത്രോസ് ചോദിക്കുന്നു, കർത്താവേ, ഞങ്ങൾ സകലതും വിട്ടു നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന്? ന്യായമായ ചോദ്യമാണ്. നമ്മളും ചോദിക്കുന്ന ചോദ്യം, കർത്താവേ, നിന്നെ വിട്ട് ഇറങ്ങി തിരിച്ചവരാ, നിന്റെ ശബ്ദം കേട്ടവരാ, നിന്റെ കൽപ്പനകളെ പ്രമാണിച്ചവരാ, ഞങ്ങൾക്ക് എന്തു കിട്ടുമെന്ന്? അല്ലെ, ഭാരപ്പെടേണ്ട. കർത്താവിന്റെ നാമത്തിൽ എന്തെങ്കിലും വിടുകയോ എന്തെങ്കിലും വിച്ഛേദമെന്നോ എണ്ണുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് പറയുന്ന മറുപടി നോക്കിക്കേ, എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരങ്ങളെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവനെല്ലാം 100 മടങ്ങ് ലഭിക്കും. അതുമാത്രമല്ല, അവൻ നിത്യ ജീവനും അവകാശമാക്കും. അവൻ ഈ ആദ്യം വന്നവൻ ഈ വാക്ക് കേട്ടില്ല. എന്നാൽ പത്രോസിനോട് പറയാം, ഭാരപ്പെടേണ്ട കേട്ടോ. ഈ രാത്രി ഈ സന്ദേശം ഞാൻ പറയുമ്പോ ആരെങ്കിലും കർത്താവിന്റെ നാമനിമിത്തം എന്തെങ്കിലും നഷ്ടങ്ങളോ കഷ്ടങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭാരപ്പെടരുത്. എല്ലാം മടക്കി തന്ന് മാനിപ്പാൻ കർത്താവ് വിശ്വസ്തനായ ദൈവമാ. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്.